സാധാരണഗതിയിൽ കുറച്ച് വൈകാനുള്ള ഒരു സാധ്യതകൾ എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകണം. അപ്പോൾ അത്തരം കാര്യങ്ങളിലടക്കം ഒരുപക്ഷെ ഒരു താമസം നേരിട്ടേക്കാമെന്നത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതെല്ലാം തന്നെ വളരെ വേഗത്തിലാക്കിക്കൊണ്ട് ഈ നടപടികൾ പൂർത്തീകരിച്ചു എന്നത് ആശ്വാസകരമാണ് ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം. കാരണം വളരെ പെട്ടെന്ന് അവരുടെ വീടുകളിലേക്ക് അവസാന യാത്രയ്ക്ക് അവരെല്ലാവരും തന്നെ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ ക്രമീകരണങ്ങൾ അവസാനവട്ട ക്രമീകരണങ്ങളടക്കം പൂർത്തിയായിരിക്കുന്നു എന്നതാണ്. ഏതു സമയവും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ഇവിടേക്കായി എത്തിച്ചേരുന്നു. ഒന്നൊന്നായി മന്ത്രിമാരും MP-മാരും MLA-മാരും എല്ലാം തന്നെ ഇവിടേക്ക് വന്നിരിക്കുന്നു. ഒപ്പം ഇവിടെ മറ്റ് ജനപ്രതിനിധികളും പല ഭാഗങ്ങളിൽ നിന്നായിട്ടെല്ലാം തന്നെ എത്തിച്ചേരുന്നുണ്ട്. ഈ അന്തിമോപചാര ചടങ്ങുകൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നൊരു നിർദ്ദേശം പരക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം അവർ വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളടക്കം വളരെ പെട്ടെന്ന് കടക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. സിയാലിലെ കാർഗോ സെന്ററിലാണ് ഈ ഒരു ക്രമീകരണങ്ങളടക്കം പൂർത്തിയാക്കിയിരിക്കുന്നത്. സിയാൽ കാർഗോ സെന്ററിൽ നമ്മൾ കാണുന്നത് പോലെ 31 പേർക്ക് ഇവിടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് 31 പേർക്ക് ഈ ദൃശ്യങ്ങൾ ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെ മൃതദേഹപടങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. തമിഴ്നാട് ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്ന് 7 പേരുടെ മൃതദേഹങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്. ഒപ്പം ഒരു കർണാടക സ്വദേശിയുമുണ്ട്. ഇവിടെ എത്തിക്കുന്നവർ കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിക്കുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെയും എല്ലാവരിൽ നിന്ന് 31 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. അവർക്കെല്ലാം തന്നെയും അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷമായിരിക്കും അവർക്ക് തിരികെ തമിഴ്നാട്ടിലേക്കായാലും കർണാടകയിലേക്കായാലും പോകുവാനുള്ള സാഹചര്യങ്ങളടക്കം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതായാലും അത്തരം നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയാണ് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെയാണ് ഇവിടെ ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം ഇവരുടെ ബന്ധുമിത്രാദികൾ എത്തിയിരിക്കുന്നു. പലരും ഇപ്പോഴും അവരുടെ ഒരു കണ്ണുനീര് തോരുന്നില്ല. സ്വാഭാവികമായും അവരെല്ലാവരും ഇവിടെ തന്നെ ഈ ഭാഗങ്ങളിൽ നേരിട്ട് ഇവിടേക്ക് വരാതെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം ഇവിടെ വന്ന് ആ ഒരു സമയം കൂടി കടന്നു പോകുക എന്നത് ക്ലേശകരം തന്നെയാണ്. മൃതദേഹങ്ങൾ അവരുടെ ബന്ധുക്കളുടെ പ്രിയപ്പെട്ടവരുടെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തുമ്പോൾ മാത്രം അപ്പോൾ ഇവിടേക്ക് എത്താമെന്ന് പറഞ്ഞാണ് പലരും മാറി നിൽക്കുന്നത്. ഒപ്പം അവർക്കൊപ്പം ആംബുലൻസിൽ അകമ്പടി പോകാൻ വേണ്ടി നാട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി എത്തിയവർ ഇവരെല്ലാവരും പല ഭാഗങ്ങളിലായിട്ട് ഇവിടെയുണ്ട്. തീർത്തും വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ ഒരു കാർഗോ കോംപ്ലക്സ് പരിസരവും എല്ലാം തന്നെ കടന്നു പോകുന്നത്. അശ്വതി.